بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العلي العظيم. صدق الله رسوله النبي الكريم وعلى آله الشاهدين الشاكرين. മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ എടുക്കുന്നത് യാസീൻ സൂറത്തിലെ 74-ാമത്തെ ആയത്ത് മുതൽക്കാണ്. 8-ാമത്തെ വീഡിയോ, 8അല്ല 9-ാമത്തെ വീഡിയോ. بسم الله الرحمن الرحيم. واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. واتخذوا അവർ സ്വീകരിച്ചു, അവർ സ്വീകരിച്ചു മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ ആലിഹത്തൻ ദൈവങ്ങളാണ്. കല്ലും ഇതൊക്കെ വെച്ചുണ്ടാക്കിയ സാധനങ്ങൾ, കരിങ്കല്ലിൽ കൊത്തിയ ദൈവമാവും. ലഅല്ലഹും അവരാവാൻ വേണ്ടി, യുൻസറൂന അവർക്ക് സഹായിക്കപ്പെടുന്നവരാവാൻ വേണ്ടി. ഇവരെ സഹായിക്കാൻ വേണ്ടി എന്നല്ല, അവർക്ക് സഹായം ലഭ്യമാവാൻ വേണ്ടി ഈ ആലിഹത്തിനെ അവർ അള്ളാഹു അല്ലാത്ത ബിംബങ്ങൾ, അസ്നാമ്, വിഗ്രഹങ്ങൾ, അതിനെ ദൈവങ്ങളാക്കി. കാബത്തിൽ കണ്ടമാനം വിഗ്രഹങ്ങളെ പ്രദർശിച്ചിരുന്നു ഈ വിഗ്രഹാരാധകരായ അറബികൾ, കുറേ മക്കക്കാർ. ഇബ്രാഹിം നബിയുടെ ഉപ്പ വിഗ്രഹ കച്ചവടക്കാരനായിരുന്നു, ആസർ എന്ന പേര്. രാജാവ് നമ്രൂദായിരുന്നു അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്നത്. ഇബ്രാഹിം നബി അദ്ദേഹത്തോട് വാഗ്വാദങ്ങൾ നടത്തി. ഈ വിഗ്രഹത്തിന് സംസാരിക്കാനോ കേൾക്കാനോ സംസാരിക്കാനോ ഒന്നും അറിയില്ല, ഒന്നും മിണ്ടില്ല. അപ്പം അങ്ങനത്തെ വിഗ്രഹത്തെ ആരാധിക്കേണ്ടെന്ന് ഉപ്പാട് കണ്ടവാനം പറഞ്ഞു അദ്ദേഹം. അങ്ങനെ ഒരു ദിവസം, ഇതുകൊണ്ടൊന്നൊരു കാര്യം കാണാമല്ലോ, ഒരു ദിവസം ഇവരെല്ലാവരും അവരുടെ പെരുന്നാൾ ദിവസം, അവരുടേതായ ഒരു പെരുന്നാൾ, ആ പെരുന്നാളെന്ന് അന്ന് ഇവരെല്ലാവരും അതിൻ്റെ ജനങ്ങൾ കൂടുന്ന ഒരു മൈതാനിയുണ്ട്, അവിടേക്ക് പോവുക.
പോകുന്ന സമയത്ത് ഇബ്രാഹിമിനെ ക്ഷണിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ക്ഷണിച്ചു. ഇബ്രാഹിം നബി പോയില്ല, അത് സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒഴിവായി. എന്നിട്ട് അദ്ദേഹം ചെയ്ത് ഇവരുടെ ഈ ക്ഷേത്രത്തിൽ പോയി, അവിടെയൊക്കെ വിഗ്രഹങ്ങളാണല്ലോ, ക്ഷേത്രത്തിൽ പോയി വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചു. എന്നിട്ട് ഒരു വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ഈ മഴ കെട്ടിത്തൂക്കി. അത് ഏറ്റവും വലിയ വിഗ്രഹം, അതിൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി. ജനങ്ങൾ വന്ന് നോക്കുമ്പോൾ വിഗ്രഹത്തെയൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നതൊക്കെ ഇത് നശിപ്പിച്ചിരിക്കുന്നു വിഗ്രഹങ്ങളൊക്കെ. ഇതാര് ചെയ്ത് എന്ന് പറയുന്ന ഒരു ഇതില്ല. അപ്പം ആരോ പറഞ്ഞു, ഒരുത്തണ്ട് ഇവിടെ ആണ്, യുക്കാലു ലഹു ഇബ്രാഹിം എന്ന പേര്, ഇബ്രാഹിം എന്ന പേരുള്ള ഒരുത്തൻ ആണ് ഈ പണി ഒപ്പിച്ചത്. അങ്ങനെ ഇബ്രാഹിമിനെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു, രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ ഞാൻ അറിയില്ല, അതിൽ പിന്നെ അതിൻ്റെ വലിയ ആളോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവർ എന്ത് എന്നുള്ളൊരു ചിന്ത വരുന്നത്. അങ്ങനെ ചോദിച്ചാൽ അവരുണ്ട് പറയണമല്ലോ. അപ്പോൾ ഈ മിണ്ടാൻ പറ്റാത്തവർക്ക് നിങ്ങൾ ഇബാദത്തെടുക്കണ എന്തിനായി എന്നുള്ളത് ഇബ്രാഹിം നബി അവിടെ വെച്ച് അവരോട് പറഞ്ഞു. അങ്ങനെയാണ് വലിയ ആളുടെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് പിന്നെ വലിയ ആളാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൽ നുണ പറഞ്ഞു എന്നൊക്കെയുള്ള ഇത് ചിലർ പറയും. പക്ഷെ നുണ പറഞ്ഞു എന്നതിന് അർത്ഥമില്ല. ഏതായിരുന്നാലും ഇങ്ങനെ ഇവര് അള്ളാഹുവിനെ കൂടാതെയുള്ള ആലിഹത്തിനെ, ദൈവങ്ങളെ സ്വീകരിച്ചു. അത് അവർക്ക് സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവർക്കൊരു ചിന്തയുണ്ട്, ഇവരൊക്കെ നമ്മളെ സഹായിക്കുന്നവരാണ്, സഹായിക്കാൻ കഴിയും എന്നുള്ളത്. ഈ ദൈവങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഈ ചിന്താഗതിയിൽ തന്നെയായിരുന്നു ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള ആളുകൾ അങ്ങനെയായിരുന്നു. അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇബ്രാഹിം നബി ഈ പണിയൊക്കെ ചെയ്തത്. സഹായിക്കാൻ പോയിട്ട് ഒരു വാക്ക് പോലും പറയാൻ അവർക്ക് കഴിയില്ല. ഇങ്ങനെ കരിങ്കല്ലല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളല്ലേ, എങ്ങനെ പറയാൻ പറ്റുന്നു അവർക്ക്? അപ്പം അത് എത്ര കാലമാണ് ആ വിശ്വാസം നിലനിന്നിട്ടുള്ളത്. പിന്നെ ആ വിശ്വാസം മാറിയിട്ട് ഞങ്ങളെപ്പറ്റി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തകളാണ് പിന്നെ വന്നത്. ആദ്യം പറഞ്ഞതെന്ന് ഇവർ ഞങ്ങളെ സഹായിക്കുമെന്നാണ്, ഈ ദൈവങ്ങൾ തന്നെ. പിന്നെ ചിന്താഗതി മാറി.
اللهم ربنا അപ്പോൾ വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യൻസുറൂൻ ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. ലാ യസ്തതിഊന അവർക്ക് കഴിയില്ല, നസ്റഹും ഇവരെ സഹായിക്കാൻ, വഹും അവർ ആരെയും മുശ്രിക്കീങ്ങൾ, ലഹും ഈ വിഗ്രഹങ്ങൾക്ക് ജുന്ദുൻ ഒരു സൈന്യത്തെ പോലെയാണ്, മുഹ്ളറൂൻ അവർ ഹാജരാക്കപ്പെട്ട ഒരു സൈന്യം. അവർ സൈന്യം എന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന ഇത് ഖദമകൾ, അത് പറഞ്ഞാൽ വേലക്കാർ, അവർക്ക് ഇവരെ സഹായിക്കാൻ ഒരിക്കലും കഴിയില്ല. വഹും ഈ മുശ്രിക്കുകൾ, ലഹും ഇവർക്ക്, ആർക്ക് ഈ വിഗ്രഹങ്ങൾക്ക് ദൈവങ്ങൾക്ക്, ജുന്ദുൻ സേവകരാണ്, സഹായക്കാരാണ്, അല്ലെങ്കിൽ സൈന്യമാണ്, പട്ടാളക്കാർ എന്നൊക്കെ പറയാം. മുഹ്ളറൂന ഹാജരാക്കപ്പെട്ട, അവിടെ എപ്പോഴും ഹാജറുള്ള സൈന്യങ്ങളാണ്. അതുപോലെയാണ് അവരുടെ പെരുമാറ്റം. എന്നല്ലാതെ ഒരു കാര്യങ്ങളും ഒരു മുഫസ്സിറിൻ്റെ ഒരു വ്യാഖ്യാതാവ് പറയുന്നത്, ഖത്താദത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയണത് ദുന്യാവിൽ വെച്ച് മുശ്രിക്കുകളോട് ഈ ദൈവങ്ങളോട് മുശ്രിക്കുകൾ ദേഷ്യം പിടിച്ചിരുന്നു. കാരണം ഒരു നന്മ ഇവർക്ക് ചെയ്യണില്ല, ഒരു തിന്മയും ഇവരിൽ നിന്ന് തട്ടി നീക്കുന്നുമില്ല. ഇങ്ങനെ ആയപ്പോൾ ദേഷ്യം പിടിച്ചു ആർക്ക്? മുശ്രിക്കുകൾക്ക്. അവർ ഈ വിഗ്രഹങ്ങളോ മുശ്രിക്കുകളാണെങ്കിലോ അവർ ഖദ്ദാമിനെ പോലെ, എന്ന് പറഞ്ഞാൽ സേവകന്മാരെ പോലെയാണ് പെരുമാറുന്നത്. എല്ലാ കാര്യങ്ങളും വിഗ്രഹങ്ങൾക്ക് ചെയ്തു കൊടുക്കുക. ഈ വിഗ്രഹങ്ങളാണെങ്കിൽ ഒന്നും കൊണ്ട് ചെയ്യണമില്ല. അങ്ങനെ ആയിട്ട് ഇവർക്ക് ദേഷ്യം പിടിച്ചു എന്നാണ്. കാലൽ ഖുർത്തുബി ഒരു വലിയ മുഫസ്സിറാണ്. അൽമാനും ഖദറാവു ഹാദിയില്ലായാത്തി മിൻ ഖുദ്റത്തിന സുമ്മത്തഖദു മിൻ ദൂനിനാ ആലിഹത്തൻ ലാ ഖുദ്റത ലഹാ അലാ ഫിഅലി ഷൈഇൻ. അവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനാലുണ്ടായ ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. അതിലൊന്നും അവർ വിശ്വസിക്കാതെ അവർ വെറും വിഗ്രഹങ്ങളെ, എന്തുകൊണ്ടോ ഉണ്ടാക്കപ്പെട്ട വിഗ്രഹങ്ങളെ അവർ സ്വീകരിച്ചിട്ട് അതിനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുമില്ല. അപ്പോൾ അവരുടെ വിഷമങ്ങളെ തടുക്കാനോ അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ കഴിയാത്ത ആദിയുള്ള ഈ വിഗ്രഹങ്ങളാണ്. അതാണ് പറഞ്ഞാൽ ലാ യസ്തതിഊന നസ്റഹും, അവർക്ക് സഹായിക്കാൻ കഴിയില്ല, വഹും അവർ ലഹും ഇവർക്ക് ജുന്ദും മുഹ്ളറൂൻ ഒരു ഹാജരാക്കപ്പെട്ട സൈന്യത്തെ പോലെയാണ്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഫലാ യഹ്സുൻക, നിന്നെ, താങ്കളെ വിഷമിപ്പിക്കാതിരിക്കട്ടെ ഖൗലുഹും അവരുടെ വാക്ക്. അവർ പറഞ്ഞു, ആര്? മുശ്രിക്കുകൾ പറഞ്ഞ് സാഹിറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാഹിറാണ്, ഷായിറാണ് എന്നൊക്കെ. ഷായിർ എന്ന് പറഞ്ഞാൽ കവി, സാഹിർ എന്ന് പറഞ്ഞാൽ മജീഷ്യൻ, മാജിക്കുകളൊക്കെ കാണിക്കുന്ന ആൾ മജീഷ്യൻ. അപ്പോൾ മജീഷ്യനാണ്, സാഹിറാണ്, ഷായിറാണ്, ഷായിർ കവി, സാഹിർ മജീഷ്യൻ എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതൊന്നും റസൂൽ അതിൽ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് റസൂലിനെ സമാധാനിപ്പിക്കുക അല്ലാഹു തആല. ഫലാ യഹ്സുൻക ഖൗലുഹും, അവർ പറഞ്ഞ വാക്കുകളിലൊന്നും റസൂല് സങ്കടപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, ഖേദിക്കേണ്ട എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതൊക്കെ നമുക്കറിയാം. ഇന്നാ തീർച്ചയായും നമ്മൾ, നഅലമു നമ്മളറിയും, മാ യുസിറൂന അവർ രഹസ്യമാക്കുന്നത്, രഹസ്യമായിട്ട് പറയുന്ന സ്വകാര്യം പറഞ്ഞ എന്താണോ അത് നമുക്കറിയാം. വമാ യുഅ്ലിനൂന അവരെല്ലാവരും കേൾക്കിച്ചില പറയുന്ന, പരസ്യമായിട്ട് പറയുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ വാക്കൊന്നും റസൂല് ദുഃഖിക്കാൻ കാരണമാകരുത്. അവരെന്തോ പറയട്ടെ എന്നുള്ളതാണ് അള്ളാഹു റസൂലിനെ സമാധാനിപ്പിക്കുക. പിന്നെ ഫലാ യഹ്സുൻക ഖൗലുഹും അവരുടെ വാക്കിനാൽ റസൂല് ദുഃഖിക്കരുത്. ഇന്നാ നഅലമു തീർച്ചയായും നമ്മൾക്കറിയാം, മാ യുസിറൂന അവർ രഹസ്യമാക്കി പറയുന്നത്, സ്വകാര്യം പറയുന്നത്, വമാ യുഅ്ലിനൂൻ അവർ പരസ്യമായി പറയുന്നതും ഒക്കെ നമുക്കറിയാം.
അവലം യറൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. അവലം യറൽ ഇൻസാനു, മനുഷ്യൻ കണ്ടിട്ടില്ലേ, അന്ന, മനുഷ്യൻ അറിയില്ലേ, അന്ന തീർച്ചയായും നമ്മൾ ഖലഖ്നാഹു, നമ്മൾ അവനെ സൃഷ്ടിച്ചതാണ്, മിൻ നുത്ഫത്തിൻ, എങ്ങനെ സൃഷ്ടിച്ചു, ഇന്ദ്രിയത്തിൻ്റെ ബീജത്താൽ, ഇന്ദ്രിയ ബീജത്താൽ സൃഷ്ടിച്ചു. ഫഇദാ ഹുവ, എന്നിട്ടോ അവൻ ഖസീമു മുബീൻ, അവൻ വ്യക്തമായ എതിർപ്പുകാരനാണ്, തർക്കിക്കുന്നവനാണ്. അവനെ നമ്മൾ സൃഷ്ടിച്ചത്, മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചത് എന്തിൽ നിന്ന്? വളരെ നിസ്സാരമായ നിന്ദ്യമായ ബീജം. ബീജത്തിൻ്റെ ആദ്യാവസ്ഥയെ പറ്റിയാണ് നിന്ദ്യമായ എന്ന് പറയുന്നത്. ആരും ഇഷ്ടപ്പെടാത്ത, ശരീരത്തിലായാൽ തന്നെ വളരെ ഇത് കളയുന്ന ഒരു സാധനമാണല്ലോ ബീജം എന്ന് പറയുന്നത്. ആ ബീജത്തിനാൽ മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മൾ ഖലഖ്ന, നമ്മൾ സൃഷ്ടിച്ചു അവനെ, മനുഷ്യനെ. അവലം യറൽ ഇൻസാനു, മനുഷ്യൻ കണ്ടില്ലേ, അന്നാ തീർച്ചയായും നമ്മൾ ഖലഖ്ന, നമ്മൾ സൃഷ്ടിച്ചു അവനെ, മനുഷ്യനെ, മിൻ നുത്ഫത്തിൻ, നുത്ഫത്തിനാൽ, നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ബീജം, ഇന്ദ്രിയ ബീജത്താൽ സൃഷ്ടിച്ചു. ഫഇദൻ, എന്നിട്ട് ഇപ്പോൾ അവന് ഹുവ, അവൻ ഖസീമുൻ മുബീൻ, വല്ലാതെ ഹുസൂമത്ത് കൂടിയവനവൻ. ഹുസൂമത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യർ തമ്മിൽ തെറ്റാനുള്ള സംസാര ഹുസൂമത്ത്. പിന്നെ വല്ലാതെ തർക്കിക്കുന്ന ആളുമായി മാറി. ബാത്തിലായ കാര്യങ്ങൾക്ക് സത്യത്തിന് വേണ്ടി തർക്കിക്കൽ ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷേ ബാത്തിലിന് വേണ്ടി തർക്കിക്കുന്നതോ, അങ്ങനെ ബാത്തിലിന് വേണ്ടി തർക്കിക്കുന്നവനാണ് ഇവൻ. പിന്നെ റസൂല് പറയുന്നതിനൊക്കെ എതിര് പറഞ്ഞിട്ടാണ് നീങ്ങുന്നത്. റസൂല് തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിന് പല ന്യായങ്ങളും പറയാം. മാ തഅ്തീഹിം മിൻ ആയത്തി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ എന്ന് പറഞ്ഞില്ലേ. ഏത് റസൂൽ വരുമ്പോഴും, ഇതിപ്പോൾ ഏത് ദൃഷ്ടാന്തം വരുമ്പോഴും അതിനെ തൊട്ട് അവർ പിന്തിരിയും. വേറെ ആയത്തിൽ പറഞ്ഞല്ലോ, റസൂല് വന്നിട്ട് ഏത് നിലക്ക് ഇവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചാലും ഇവരതിനെ പരിഹസിച്ച് തട്ടുകയാണെന്ന്. അതുപോലെ ഇങ്ങനെ പരിഹസിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും റസൂലിനെ എതിർക്കുമ്പോൾ അതാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ അവൻ്റെ ആദ്യ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മനുഷ്യൻ്റെ, അവന് വെറും ഇന്ദ്രിയ ബീജത്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിച്ചത്. എന്നിട്ട് അവനിപ്പോൾ വലിയ ആളായിട്ട് നമ്മളോട് തർക്കിക്കാനും നമ്മളോട് എതിരിടാനുമാണ് അവൻ്റെ ശ്രമങ്ങൾ. ആ ശ്രമം നല്ലതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് എതിരിടാനോ അള്ളാഹുവിനെ നിഷേധിക്കാനോ തയ്യാറാവണ്ട. നിങ്ങൾ ബായസിനെ, പുനർജന്മത്തെ നിഷേധിക്കേണ്ട. അതെല്ലാം വരാനിരിക്കുന്ന സത്യങ്ങളാണ്. ഈ സത്യത്തെ ആർക്കും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അവരെ. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. وضرب لنا مثلا, അവൻ നമുക്കൊരു ഉദാഹരണം എടുത്തു വച്ചിരിക്കുകയാണ്. ഉദാഹരണം എന്താ? വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുപോയിട്ടുണ്ട്. അവൻ എങ്ങനെ സൃഷ്ടിച്ചു, എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നുള്ളതൊക്കെ അവൻ മറന്നു. എന്നിട്ട് നമ്മൾക്ക് ഒരു ഉദാഹരണം അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. ദറബ ലനാ മസലൻ, ഉദാഹരണം ഉണ്ടാക്കി വെച്ചു. ഉപമ ഉണ്ടാക്കി വെച്ചു, അല്ലെങ്കിൽ എടുത്ത് പറയാനാണ്. എന്താണത്? വലറബ ലനാ മസലൻ വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. കാല, അവൻ പറഞ്ഞ് മൈ യുഹ്യിൽ ഇളാമ വഹിയ റമീം. മൈ യുഹ്യിൽ ഇളാമ, ഈ എല്ലിനെ, ഈ എല്ല് എന്ന് പറഞ്ഞാൽ ഏതാ? വഹിയ റമീം, ഈ നുരുമ്പിയ എല്ലിനെ ആരാണ് ഹയാത്താക്കുക? ഈ നുരുമ്പിയ എല്ല് എന്ന് പറഞ്ഞാൽ ഉബയ്യ് ബിൻ ഖലഫ്, എല്ലാവർക്കും പരിചയമുണ്ടാവും.
ഈ ആയത്ത് ഉബയ്യ് ഇബ്നു ഖലഫിൽ ഇറങ്ങിയ അദ്ദേഹം ഒരു എല്ലും കഷ്ണം എവിടുന്നോ പറക്കിയിട്ട് അതുമായിട്ട് വന്നു. എന്നിട്ട് റസൂലിനെ കാണിച്ചിട്ട് ഇങ്ങനെ പറയാം, റസൂലിൻ്റെ നേരിട്ട് നിന്നിട്ട് പറയാണ്, ഈ എല്ലിനെ ആരാണ് ഹയാത്താക്കുക? ഈ എല്ലിനൊക്കെ ഹയാത്താക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇതൊക്കെ ആരാ ഹയാത്താക്കുക എന്ന് വളരെ പരിഹാസ രൂപത്തിൽ പറയാണ്. ആരാ? ഉബയ്യ് ഇബ്നു ഖലഫാണ് വന്നത്. ഉബയ്യ് ഇബ്നു ഖലഫ് റസൂലിനോട് വളരെ എതിരുള്ള ആളാണ്. അവൻ എല്ലും കഷ്ണമൊക്കെ പറക്കിയിട്ട് കൊണ്ടുവന്നിട്ട് റസൂലിനോട് ചോദിക്കുക, ഈ എല്ല് ആർക്ക് ഹയാത്താക്കാൻ പറ്റും? അതാണ് ഖുർആൻ പറഞ്ഞത്, അവൻ നമ്മൾക്കൊരു ഉദാഹരണം ഉണ്ടാക്കി വെച്ചു. അവനെ സൃഷ്ടിച്ചത് അവൻ മറന്നുപോയി. എങ്ങനെ സൃഷ്ടിച്ചത് അവനറിയില്ല. എന്നിട്ട് അവൻ പറയാണ്, ഈ എല്ലിനെ, ഇത് നുറുമ്പിയല്ല, ആരാണ് ഹയാത്താക്കിയ ഈ എല്ലും കഷ്ണങ്ങളെ, വഹിയ അതാണെങ്കിൽ റമീം നുറുമ്പിയ എല്ലുകളാണ്. കുറെ കാലമായി ആ എല്ല് ഇവിടെ കിടക്കുന്നു. ആ എല്ലെടുത്ത് വന്നിട്ടാണ് പറയണത്, ഈ നുരുമ്പിയ എല്ലിനെ ആരാണ് ഹയാത്താക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നബിയോട് അല്ല പറയണം, നബി പറയണം, ആ എല്ലുകളെ ഹയാത്താക്കും അല്ലദീ, ഒരുത്തൻ, ഒരു അള്ളാഹു. എങ്ങനെയുള്ള അള്ളാഹു ആണ്? അൻശഅഹ, അതിനെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവലമറത്തിന്, ആദ്യത്തെ പ്രാവശ്യം. ഏറ്റവും ഇത് ആദ്യത്തിൽ ഉണ്ടാക്കുന്ന ഒരാളുണ്ടല്ലോ, എങ്ങനെ ആരുണ്ടാക്കി എന്തുണ്ടാക്കി എന്നുള്ള അപ്പം അറിയാമല്ലോ. അന്ന് അതുണ്ടാക്കിയ ആളാരാണെങ്കിൽ ആളെന്നെ ഹയാത്താക്കും. അതിനെ ഹയാത്താക്കും അല്ലദീ, ഒരു രക്ഷിതാവ്, ഒരു അള്ളാഹു. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹു, അൻശഅഹ, അതിനെ ഉണ്ടാക്കിയിരിക്കുന്നു, അവനുണ്ടാക്കിയിരിക്കുന്നു. അവലമറത്തിന്, ആദ്യത്തെ പ്രാവശ്യം. വഹുവ, അവൻ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെ പറ്റിയും അറിയുന്നവനാണ് അവൻ. എല്ലാ ഖൽഖ്, സൃഷ്ടി, എല്ലാ സൃഷ്ടിയെ പറ്റിയും അള്ളാഹ്ക്കറിയാം. എപ്പോൾ വേണമെങ്കിലും അവനുണ്ടാക്കും. ആദ്യം ഉണ്ടാക്കിയവൻ തന്നെ അതിനെ പുനർജീവിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനാരാണ് ഹയാത്താക്കുക, പുനർജീവിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല നബിയോട് പറയാണ്, നബി പറഞ്ഞു കൊടുക്കുക, അതിനെ ഹയാത്താക്കും, പുനർജീവിപ്പിക്കും അല്ലദീ, ഒരു രക്ഷിതാവ്, ഒരു അല്ലാഹു, അൻശഅഹ, ഇങ്ങനെയുള്ള അല്ലാഹു, അതിനെ അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. അവനെ മറത്തിന്, ആദ്യത്തെ പ്രാവശ്യം അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട്, അവനെ പുനർജീവിപ്പിക്കും. അവൻ ആ അല്ലാഹു ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെയും സംബന്ധിച്ച് അവനറിയാം. അലീമുൻ, അറിയുന്നവനാണ്. അല്ലെങ്കിൽ എല്ലാ ഖൽഖ്, സൃഷ്ടിയെ പറ്റിയും അള്ളാഹ്ക്കറിയാം എന്ന്. അല്ലദീ ജഅല, പിന്നെ എങ്ങനെയുള്ള അള്ളാഹു ആണ്? അള്ളാഹുവിൻ്റെ ഒരു മഹത്വം കൂടി പറയണം. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹു, ജഅല ലക്കും, അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, മിനശ്ശജരി, മരത്തിൽ നിന്ന്, അൽ അഖ്ലരി, പച്ചമരം, ഉണങ്ങിയ മരമില്ല, അഖ്ലർ, പച്ചമരത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കി തന്നു. നാറൻ, അഗ്നിയെ, പച്ചമരത്തിൽ നിന്ന് തീയുണ്ടായി. ഫൈദാ അന്തും, അപ്പോൾ നിങ്ങൾ, അപ്പോൾ അന്തും, നിങ്ങൾ, മിന്നു, ആ അഗ്നിയിൽ നിന്ന്, തൂക്കിതൂന, നിങ്ങൾ കത്തിക്കുന്നവരാണ്. അതിൽ നിന്ന് തീയെടുത്തിട്ട് നിങ്ങൾ കത്തിക്കുന്നു. പച്ചമരത്തിൽ നിന്ന് തീയുണ്ടായി. ആ പച്ചമരത്തിൽ നിന്നുള്ള തീയുണ്ണെ അതിൽ നിന്ന് എടുത്ത് നിങ്ങൾ കത്തിക്കുക. ഇത് വൈരുദ്ധ്യമുള്ള രണ്ട് വസ്തുക്കളാണ് ഇവിടെ വിവരിച്ചത്. തീയും വെള്ളം വൈരുദ്ധ്യമുള്ളതാണല്ലോ. വെള്ളമുള്ളിടത്ത്, വെള്ളം ഉണ്ടെങ്കിൽ തീ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, തീ കത്തുമ്പോൾ വെള്ളം ഒഴിച്ചാൽ തീ കെടും. ഈ പച്ചമരം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള വസ്തുവാണ്. അതിൽ നിന്നാണ് തീ ഉണ്ടാവുന്നത്. ആ തീയിനെ വെള്ളം കൊണ്ട് ഇല്ലാതാക്കാം. അപ്പോൾ വെള്ളത്തിൽ നിന്നുള്ള തീയ് അഗ്നിയെ സൃഷ്ടിച്ചു. വെള്ളത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ നനവുള്ള മരം, മഴ പെയ്തിട്ടുള്ള നനവല്ല മരത്തിന് കിട്ടുക. പച്ച മരം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ നീര്,
അതിൽ നിന്ന് അഗ്നിയെ സൃഷ്ടിച്ചു, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ കത്തിക്കുകയാണ്. വിറകിൻ്റെ ആവശ്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. വിറകുണ്ടായാൽ തീ കത്തല്ല, തീയുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നടത്തുന്നുണ്ട് അതിൽ നിന്ന്. അപ്പം പറഞ്ഞ് രണ്ടും വൈരുദ്ധ്യമുള്ള ഈ രണ്ട് വൈരുദ്ധ്യമുള്ള വസ്തുക്കളെ ഒന്നിൽ നിന്ന് കാണപ്പെടുകയും അത് ഒരേ നിലയിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക. വൈരുദ്ധ്യമുള്ള സാധനങ്ങൾ, വൈരുദ്ധ്യമുള്ളതാണല്ലോ രാവും പകലും. അതുപോലെ വൈരുദ്ധ്യമുള്ളതാണ് തീയും വെള്ളവും. അപ്പോൾ അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള. അവ ലൈസ അല്ലദി, ഇങ്ങനെയാണ്. ഒരുത്തൻ അല്ലയോ, അവ എന്ന് പറഞ്ഞാൽ അല്ലയോ എന്നുള്ള ആ ചോദ്യചിഹ്ന. ലൈസ അല്ല, അല്ലദി ഒരുത്തൻ. ഒരുത്തൻ അല്ലയോ, എങ്ങനെയുള്ള ഒരുത്തൻ? ഖലഖസ്സമാവാതി, ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, വൽ അർള, ഭൂമിയെയും. അങ്ങനെയുള്ള ഒരുത്തൻ അല്ലയോ? ബിഖാദിരിൻ, കഴിവുള്ളവൻ അല്ലയോ? എങ്ങനെ അർത്ഥം? അവലൈസ അല്ലയോ, അല്ലദീ ഒരുത്തൻ, ഖലഖസ്സമാവാതി ആകാശങ്ങളെ സൃഷ്ടിച്ചു അവൻ, വൽ അർള ഭൂമിയെയും. ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരുത്തൻ അല്ലയോ? ബിഖാദിരിൻ, കഴിവുള്ളവൻ അല്ലയോ? ആരെ പറ്റിയത്? ആകാശഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹു. ആ അള്ളാഹു കഴിവുള്ളവൻ അല്ലേ എന്ന് ചോദിക്കുക. ആരോടെ ചോദിക്കുന്നത്? ഖുർആൻ അഭിമുഖീകരിക്കുന്ന ഓരോരുത്തരോടും അല്ലേ? അള്ളാഹ് ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു തആല അല്ലയോ ഖാദിറൻ, കഴിവുള്ളവൻ അല്ലയോ? അതെ. അതിന് മറുപടി എന്താ? എന്തിന് കഴിവുള്ളവൻ? അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അലാ അൻ യഖ്ലുഖ, അവൻ സൃഷ്ടിക്കുന്നതിൻ്റെ മേൽ, മിസ്ലഹും, ഇവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കുന്നതിൻ്റെ മേൽ കഴിവുള്ളവനല്ലേ? അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് കഴിവില്ലേ എന്നാണ് ചോദ്യം. ഇത് പുനർജന്മത്തിൻ്റെ ദിവസം അള്ളാഹു എല്ലാവരെയും ഹയാത്താക്കുമല്ലോ, അതിനെപ്പറ്റി. ബലാ, മറുപടി എന്താ? ബലാ, അതെ, കഴിവുള്ളവൻ തന്നെ. വഹുവ, അവൻ, അല്ലൽ ഖല്ലാഖുൽ അലീം, അവൻ ഖല്ലാഖാണ്. ഖല്ലാഖായ അള്ളാഹു എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്ന അള്ളാഹു. ഖാലിഖ് എന്നേക്കാൾ കുറച്ചും കൂടിയും അർത്ഥ ഗാംഭീര്യമുള്ള വാക്കാണ് ഖല്ലാഖ് എന്നുള്ളത്. അർത്ഥം ഒന്ന് തന്നെ, സൃഷ്ടിക്കുന്നവൻ തന്നെ. പക്ഷേ ഖാലിഖിനേക്കാൾ കൂടുതൽ അർത്ഥത്തിൻ്റെ ഗാംഭീര്യമുണ്ട് ഖല്ലാഖ് എന്ന് പറയുമ്പോൾ. ആ ഖല്ലാഖ്, ഇത് അസ്മാഉൽ ഹുസ്നയിൽ പെട്ട വാക്കാണ്. ഖാലിഖും ഖല്ലാഖും. അൽ അലീം, സർവജ്ഞനുമാണ് അള്ളാഹു. അങ്ങനെയുള്ള സർവജ്ഞനും ഖല്ലാഖ്, സൃഷ്ടിക്കുന്നവനുമായ അള്ളാഹു ആണ്. അവൻ സൃഷ്ടാവുമാണ്, സർവജ്ഞനുമാണ്. അങ്ങനെയുള്ള അള്ളാഹു തന്നെയാണ് സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ. അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഇവരെ പോലെയുള്ളതിനെ സൃഷ്ടിക്കുവാനും കഴിവുള്ളവൻ തന്നെയാണ് എന്നാണ് ആയത്തിൽ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്നമാ അംറുഹു, തീർച്ചയായും അവൻ്റെ കാര്യം, അള്ളാഹുവിൻ്റെ, ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യത്തെ അവൻ ഉദ്ദേശിച്ചാൽ, ഇദാ അറാദ ശൈഅൻ, അവൻ ഉദ്ദേശിച്ചാൽ, ശൈഅൻ ഒരു കാര്യത്തെ, അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ അൻ യഖൂല, അവൻ പറയും, ലഹു, ആ വസ്തുവിനോട്, ആ കാര്യത്തോട്, കുൻ, കുൻ എന്ന് പറയും. കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമെന്ന്. ഫയകൂൻ, അപ്പോൾ അതുണ്ടാവും. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാലേ എത്രയും വേഗത്തിൽ അതങ്ങ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ മതി, അള്ളാഹ്ക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അൻ യഖൂല ലഹു കുൻ എന്ന് പറഞ്ഞത് എന്താ?
അതിനോട് അവൻ പറയും യക്കുൻ എന്ന് പറയും, അപ്പൊ അതുണ്ടാവുന്ന. അപ്പൊ അള്ളാഹ്ക്കൊരു കാര്യം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാൽ ആ കാര്യം ഇങ്ങനെ അവിടെ വെച്ചിട്ട് കുൻ എന്ന് അള്ളാഹ് പറയാന്ന അതിന്റെ അർത്ഥം അതല്ല. അള്ളാഹ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഉദ്ദേശിച്ചാൽ മതി. ഉദ്ദേശിച്ചാൽ ഇത് ജനങ്ങൾക്ക് സൃഷ്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞതാ, അത്രയും വേഗത്തിൽ ഉണ്ടാവുന്നു. ഇത് ഇങ്ങനെ പറഞ്ഞാലല്ലേ സൃഷ്ടികൾക്ക് മനസ്സിലാവുള്ളൂ എത്ര കണ്ട് വേഗത്തിലാണ് അള്ളാഹുവിന്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അതിനു വേണ്ടി പറഞ്ഞ അക്കുൻ എന്ന് പറയാൻ വല്ല താമസം വേണം? ഒരു താമസമില്ല. അപ്പോ അതങ്ങോട്ട് ഉണ്ടാവുന്ന അക്കുൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്നല്ലാതെ അള്ളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ട് പറയും കുൻ എന്നല്ല ഇതിന്റെ അർത്ഥം. അങ്ങനെ ധരിക്കരുത്. അള്ളാഹ്ക്ക് കുൻ എന്ന വാക്കിനോ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അപ്പോ നമ്മൾ കുൻ, പിന്നെ ഇത് കുൻ എന്ന് പറയും എന്ന് പറഞ്ഞ എന്തിനു വേണ്ടിയാ? ഇത് സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത്രയും വേഗത്തിൽ അള്ളാഹുവിന് ചെയ്യാൻ കഴിയും എന്നുള്ളത് എങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക? അതിനിങ്ങനെ ഒന്ന് രണ്ട് വാക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ് കുൻ എന്ന് പറയാൻ എത്ര കണ്ട് താമസം വരും? അത്രയും വേഗത്തിൽ അള്ളാഹുവിന് ചെയ്യാൻ കഴിയും എന്ന്. ഇന്നമാന്തോ, തീർച്ചയായും അവന്റെ കാര്യം, ഇതാറാതെ ചെയ്യുന്നവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് അവൻ പറയും കുൻ എന്ന് പറയുമ്പോഴേക്കും അതുണ്ടാവും. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. ഫസുബ്ഹാന അല്ലദീ, ഒരുത്തൻ പരിശുദ്ധനാണ്. എന്തിനെ തൊട്ട് പരിശുദ്ധൻ? ഈ കുൻ എന്ന് പറയാ പോലുള്ള സിഫത്തുകളുണ്ടല്ലോ, അതിനെ തൊട്ടും അള്ളാഹുവിനോട് അനുയോജ്യമല്ലാത്ത എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ് സുബ്ഹാന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ, അല്ല, സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. അവൻ പരിശുദ്ധനാണ്. ബിയദിഹി, അവന്റെ കൈക്കാണ്, മലകൂത്ത് കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ഫുൾ ആധിപത്യം അല്ലാഹ്. എല്ലാ വസ്തുക്കളുടെയും, എല്ലാ കാര്യത്തിന്റെയും. അപ്പോ അള്ളാഹുവിന് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നതിനെ തൊട്ട് പരിശുദ്ധനാണ് അള്ളാഹു. അള്ളാഹുവിന് ഒരു ന്യൂനതയില്ല. ഏത് കുൻ എന്ന് പറയാ എന്നുള്ള ന്യൂനത പോലും ഇല്ല. അതിനെ തൊട്ടും എല്ലാതിനെ തൊട്ടും പരിശുദ്ധനാണ്. ന്യൂനതകളുടെ എന്ത് സിഫത്തുകളുണ്ട് അതിനെ തൊട്ട് അല്ല പരിശുദ്ധനാണ്. ബിയദിഹി, അവന്റെ കൈക്കാണ്, മലക്കൂത്ത് കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യ അധികാരങ്ങൾ അത് അള്ളാന്റെ കയ്യിലാണ്. വഇലൈഹി, അവനിലേക്കാണ്, തുർജഊന, നിങ്ങൾ എല്ലാവരെയും മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. എല്ലാവരെയും മടങ്ങിപ്പോകുന്ന അള്ളാഹുവിലേക്കാണ്. എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം അള്ളാന്റെ കൈക്കാണ്. ഒരു നിലക്കും അള്ളാഹു നഖ്സ്, ന്യൂനതയുടെ ഒരു സിഫത്തുകളും അള്ളാഹുവിനില്ല. കുൻ എന്ന് പറയേണ്ട ആവശ്യം വരില്ല അള്ളാഹ്ക്ക് എന്നുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ യാസീൻ സൂറത്ത് അവസാനിച്ചു. ഇതോടുകൂടെ ഈ യാസീൻ സൂറത്തിൽ എന്തൊക്കെ ഇപ്പം നമ്മൾ പഠിച്ചത്? യാസീൻ സൂറത്ത് മക്കയിൽ അവതീർണമായതാണ്. ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ബായസ്, പുനർജന്മം സംബന്ധമായ വിശ്വാസം, പിന്നെ അന്താക്യക്കാരുടെ ചരിത്രം, പിന്നെ അള്ളാഹു ഏകനാണെന്നുള്ള തെളിവുകളും അതിൻ്റെ ലക്ഷ്യങ്ങളും നിരത്തി. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഈ പറയുന്നതുകൊണ്ടാണ്. അതെൻ്റെ ഒരു ചുരുക്കം പറയാണ്. പിന്നെ ഖുർആൻ കൊണ്ട് സത്യം ചെയ്തെന്ന് പറഞ്ഞു. മുഹമ്മദ് നബി അവര് മുശ്രിക്കുകൾ മുഹമ്മദ് പ്രവാചകനല്ല എന്നും ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്നും പറഞ്ഞപ്പോൾ അതിനെ സത്യം ചെയ്ത് അള്ളാഹു ഉറപ്പിച്ച് പറഞ്ഞു, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനിൽപ്പെട്ട ആളാണ്, ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ പ്രവാചകന്മാരെ കളവാക്കി അന്താക്യക്കാരുടെ ചരിത്രം പറഞ്ഞു, ഹബീബുൻ നജാറിൻ്റെ ചരിത്രം പറഞ്ഞു. പിന്നെ ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട് ഹബീബുൻ നജാറിനെ വധിച്ചതിനെ പറ്റി പറഞ്ഞു. ആ വധിച്ചവർക്ക് അല്ലാഹു തആല വലിയതായ ഒരു പ്രതികാര ശിക്ഷ അവർക്ക് നൽകുകയും ഹബീബുൻ നജാറിനെ
സ്വർഗത്തിൽ പെട്ടെന്ന് സ്വർഗത്തിൽ കടത്തുകയും ചെയ്തു. ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, രാത്രി പകല് മുതലായവ തെളിവുകൾ നിരത്തിയിട്ട് അള്ളാഹു തആല ഇവർക്ക് തെളിവുകൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കണം നിങ്ങൾ. പിന്നെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഊത്ത്, സ്വർഗക്കാരെയും നരകക്കാരെയും പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബഅസ്, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് പോകുന്ന കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു. പിന്നെ മോമിനും കാഫിറിനും വേർതിരിക്കുന്ന കാര്യങ്ങൾ, അയ്യുഹൽ അംതാസുല്ലോമ അയ്യുഹൽ മുജ്രിമൂൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ യാസീൻ എന്ന ആ ആയത്തിൻ്റെ ഉദ്ദേശം തന്നെ ഖുർആൻ്റെ ഏജാസ് വെളിവാക്കുന്നതാണെന്ന്. ഖുർആൻ്റെ ഏജാസ് എന്ന് പറഞ്ഞാൽ അമാനുഷികത്വം, ഖുർആൻ മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളത് ഇന്ന് ഒരു പിന്നെ ആ ഏജാസ് വെളിവാക്കുന്ന ഒരു ഘടകമാണ് യാസീൻ എന്നുള്ള 2 അക്ഷരമുള്ള ഈ ആയത്ത്. നമ്മൾ ഇതിനൊക്കെ പറ്റിയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സൂറത്തിൽ പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ നന്നായി പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എല്ലാവർക്കും എന്നുള്ള ദുആ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. ഇത് ഈ സൂറത്ത് നമ്മൾ ബൈഹാർട്ട് ഓതുന്നതാണ്, നമ്മൾ ബൈഹാർട്ടായിട്ട് ഓതുന്നതാണ് അധികം പേരും. അപ്പോൾ ഇതിൻ്റെ ആശയം നന്നായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമുള്ളതാണ്. ഇത് കഴിഞ്ഞാലും നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർന്നിട്ടുള്ള സൂറത്തും ഇങ്ങനെ എടുക്കുന്നുണ്ട്, അല്ലാതെ യാസീൻ കൊണ്ട് മതിയാക്കുകയല്ല. അപ്പോഴാണല്ലോ ഖുർആൻ പഠിക്കുക എന്നുള്ളത് വരുള്ളൂ. അപ്പോൾ ഈ പഠനം അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി തരട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾക്ക് അടുത്ത സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇവിടെ സാഫാത്ത് സൂറത്താണ്. ഈ സാഫാത്ത് സൂറത്തിൽ നിന്ന് നമുക്ക് ഏതാനും ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.